നാലാം സെമസ്റ്റർ പരീക്ഷകൾ ജൂൺ മാസം 19 മുതൽ തുടങ്ങാനിരിക്കെ പല വിദ്യാർത്ഥികളും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു സംശയമാണ്, ഇനിയും നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. ഒന്ന് ആലോചിക്കണം. ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റ് കഴിഞ്ഞു, ഫൈനോട് കൂടിയുള്ള ഡേറ്റ് കഴിഞ്ഞു, ദെൻ ഫൈനലി സൂപ്പർ ഫൈനോട് കൂടി ഓൺലൈനായി നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും കഴിഞ്ഞു. നമ്മൾ പല ആവർത്തി പരീക്ഷകളുടെ രജിസ്ട്രേഷനും അനുബന്ധ ഘടകങ്ങളും ഒക്കെ പറയാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. എന്നിട്ടും പല വിദ്യാർത്ഥികൾ അത് കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്നറിയുന്നതിൽ വിഷമമുണ്ട്. പല വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ബാർകോഡിന് മുമ്പുള്ള സമയത്ത് അടുത്ത ഒരാഴ്ച പരീക്ഷയാണെങ്കിൽ നമുക്ക് ഈ ആഴ്ച വരെ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ബാർകോഡ് വന്നതിന് ശേഷം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികൾ. എക്സാം എഴുതി റിസൾട്ട് വരുന്നുണ്ട് നേരത്തെ എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും നേരത്തെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എക്സാം രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ബാർകോഡ് സിസ്റ്റത്തിന് മുമ്പും ബാർകോഡ് സിസ്റ്റം വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ട്. സിസ്റ്റത്തിന് മുമ്പാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നാലും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ സിസ്റ്റം വന്നതിന് ശേഷം, ബാർകോഡ് സിസ്റ്റം വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓരോ രജിസ്റ്റർ നമ്പറിന് ആനുപാതികമായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർകോഡ് സ്റ്റിക്കർ സെറ്റാക്കിയിരിക്കണം പരീക്ഷയ്ക്ക് മുമ്പ്. അപ്പോൾ ഒരാഴ്ച മുമ്പൊക്കെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം യൂണിവേഴ്സിറ്റിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒന്നോ രണ്ടോ പേരുടെ കാര്യമാവണമെന്നില്ല, കുറേയധികം ആൾക്കാരുണ്ടായിരിക്കും, കുറേയധികം വിദ്യാർത്ഥികൾ ആ സമയത്ത് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സെക്ഷനിൽ പോയി ചോദിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം രജിസ്ട്രേഷന് കോൾ ഫോർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ യഥാപടി ചെയ്യുക. ഫൈൻ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. വെറുതെ ഫൈനും സൂപ്പർ ഫൈനും കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പലപ്പോഴും വീഡിയോസ് കറക്റ്റ് സമയത്ത് ചെയ്യാറുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.